ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അടിപൊളി മണി മേക്കിംഗ് വെബ്സൈറ്റിനെയാണ് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അപ്പോൾ മണി മേക്കിംഗ് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊരു കളർ പ്രഡിക്ഷൻ വെബ്സൈറ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കളർ പ്രഡിക്ഷൻ ഗെയിം. ഓക്കെ, അപ്പം ആ ഒരു ഗെയിം കളിച്ചിട്ടാണ് ഇതിൽ ക്യാഷ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അടിപൊളി വെബ്സൈറ്റാണ്, പുതിയ ലോഞ്ച് ആയിട്ടുള്ളൂ. എനിക്ക് വിഡ്രോയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് പ്രൂഫ് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം അതാ ഈ കാണുന്നതാണ് നമ്മുടെ വെബ്സൈറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇതിൻ്റെ വിഡ്രോൾ പ്രൂഫ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ പ്രൊഫൈൽ സെക്ഷനിലോട്ട് പോകാണ്. പ്രൊഫൈൽ സെക്ഷനിൽ വന്നതിന് ശേഷം വിഡ്രോൾ ഹിസ്റ്ററി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് മെസ്സേജ് സെൻറ്ററിൽ കാണാൻ പറ്റും. 500 രൂപ ഞാൻ ആദ്യം വിഡ്രോ ചെയ്ത് അണ്ടർ റിവ്യൂ ആണ്. അത് നേരെ സക്സസ്ഫുൾ ആയിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 500 രൂപ വിഡ്രോൾ സക്സസ്ഫുൾ ആണ്. അപ്പോൾ ആ ഒരു പേയ്മെൻറ്റ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കയറി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം 470 രൂപ കയറിയിട്ടുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ഞാനിത് വേറൊരു ഫോണിൽ നിന്ന് എടുത്തുള്ള ഫോട്ടോ ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാങ്കിങ് ആപ്പിൽ സ്ക്രീൻഷോട്ട് അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് തന്നെ 470 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഡേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നലെയാണ് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 470 രൂപ, 500 രൂപ വിഡ്രോ ചെയ്തപ്പോൾ 30 രൂപ ടാക്സ് പോയിട്ടുണ്ട്. ശേഷം 470 രൂപ കറക്റ്റായിട്ട് തന്നെ അക്കൗണ്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, സോ വിത്തിൻ 2 ഹവേഴ്സിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾ പേടിക്കാനില്ല. അടിപൊളിയായിട്ട് തന്നെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻറ്റ്ലി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ എത്താനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രജിസ്റ്റർ ചെയ്യാനുള്ള ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ഈ ഒരു സെൻഡിൽ ക്ലിക്ക് ചെയ്താൽ OTP വരും. അപ്പോൾ ആ ഒരു OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇൻവിറ്റേഷൻ കോഡ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട. അതിനുശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതിനുശേഷം നേരെ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ ഹോം പേജിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാണുന്നതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ്. അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് ഗെയിംസ് ഉണ്ട്. അതായത് പലതരത്തിലുള്ള സർവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. പാരിറ്റി, സാപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുകളിൽ റീചാർജ്, വിഡ്രോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെയുള്ള താഴെയായിട്ടും അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ, അതായത് സെയിൽ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 10 രൂപ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് 10 റുപ്പീസ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും. അതിനായിട്ട് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആക്ടിവിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നിങ്ങൾ അതിനോട് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിസീവ് ബോണസ് കൊണ്ട് താഴെയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റിസീവ് ബോണസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇന്ന് സൈൻ ഇൻ ചെയ്തതാണ്, ബോണസ് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഇപ്പോൾ എൻ്റെ വാലറ്റിലുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ കാണാൻ പറ്റും. ഇവിടെ ബാലൻസ് 10 രൂപ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ക്യാഷ് ഒന്ന് ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് വെച്ച് നിങ്ങൾക്ക് ജസ്റ്റ് കളിച്ച് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇതിൽ ക്യാഷ് ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ താഴെയായിട്ട് റീചാർജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീചാർജിൽ ക്ലിക്ക് ചെയ്യാം. മിനിമം റീചാർജ് എമൗണ്ട് വരുന്നത് 200 റുപ്പീസ് ആണ്. ഓക്കെ, 200 രൂപയാണ് മിനിമം റീചാർജ് എമൗണ്ട് വരുന്നത്. അപ്പോൾ 200 ആണെങ്കിൽ 200 എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെയായിട്ട് കുറച്ച് സർവീസ് അവൈലബിൾ ആണ്. കണ്ടില്ലേ, അപ്പോൾ ഇത്തരം 4 സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ഇഷ്ടമുള്ള നിങ്ങൾക്ക് സർവീസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ റീചാർജ് ചെയ്യാം. ജസ്റ്റ് ഈ ഒരു റീചാർജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു QR അല്ലെങ്കിൽ നിങ്ങൾക്ക് Paytm, ഫോൺപേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് റീചാർജ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്ക് പോവാണ്. ഇനി നമുക്ക് ഇതിലുള്ള ഗെയിംസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് സർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് പാരിറ്റി എടുക്കുകയാണ്. ഓക്കെ, പാരിറ്റി എന്ന് പറഞ്ഞ സർവർ എടുക്കാനുള്ള നമുക്കിവിടെ ആയിട്ട് ഇപ്പം കൗണ്ട് ഡൗൺ കാര്യങ്ങളും കാണാൻ പറ്റും മുകളിലായിട്ട്. അപ്പോൾ ഇതിൽ 3 മിനിറ്റ് ആണെന്ന് തോന്നുന്നു ഇതിൽ പ്രഡിക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താണ് അപ്പോൾ അങ്ങനെ കിട്ടും. ഒരു ടൈം കഴിയുമ്പോൾ സാധാരണ വല്ല ഒരു കളർ നിങ്ങൾക്ക് കളറിൽ പ്രെഡിക്റ്റ് ചെയ്യാം, നമ്പറിലും പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈം കഴിയുമ്പോൾ അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്നും പറഞ്ഞുതരാം. അതായത് ഈ ഒരു ടൈം കഴിയുമ്പോൾ ഈ ഒരു കൗണ്ട് ഡൗൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൗണ്ട് ഡൗൺ കഴിയുന്ന സമയത്ത് ഒരു കളറും അതുപോലെ ഒരു നമ്പറും അനൗൺസ് ചെയ്യും. അപ്പോൾ നമ്മൾ മുൻകൂട്ടി അത് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ റെഡ്. ഇപ്പോൾ നമുക്ക് താഴായിട്ട് റെക്കോർഡ്സ് അവൈലബിൾ ആണ്, എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് റെഡ് ആണെങ്കിൽ റെഡിൽ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ദ എമൗണ്ട് എന്നുള്ളത് മിനിമം ഇതിൽ 10 രൂപയാണ് വരുന്നത്. അപ്പോൾ 10 ആണെങ്കിൽ 10 നിങ്ങൾക്കിപ്പം 10 രൂപ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും സൈൻ ഇൻ ചെയ്യുമ്പോൾ 10 രൂപ. അപ്പോൾ 10 ആണെങ്കിൽ 10 എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ബെറ്റ് എന്നുള്ളത് എൻ്റർ ചെയ്ത് അത് പ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ ബെറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ പ്രഡിക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റെഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രഡിക്ഷൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി പ്രഡിക്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്രഡിക്ഷൻസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ ഇതിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ തന്നെ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ വേറെ ഗെയിംസ് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ജസ്റ്റ് നമുക്ക് പ്രഡിക്ഷൻ ഗ്രൂപ്പ് ഒന്ന് കാണിച്ചു തരാം. സോ ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രഡിക്ഷൻ ഗ്രൂപ്പ്. അപ്പം ലിങ്ക് താഴെ തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഓരോ പ്രഡിക്ഷൻസും കാണാൻ പറ്റും. ഇപ്പം തന്നിട്ടുള്ള കറക്റ്റായിട്ട് തന്നെ പ്രഡിക്ഷൻസ് അയാൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രഡിക്റ്റ് കാര്യങ്ങൾ ചെയ്യുക, പ്രോഫിറ്റ് ഏൺ ചെയ്യുക. നിങ്ങൾ ആദ്യം ജസ്റ്റ് നോക്കുക കറക്റ്റ് ആണോ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം മാത്രം ക്യാഷൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് നിങ്ങളിതിൽ കളിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ താഴെ കൊടുക്കാം. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നേരെ കയറി ഒരുപാട് ക്യാഷ് ഒന്നും ആഡ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഇപ്പം 1 year ഒക്കെ ആയി എന്നാണ് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ആയിട്ട്. എന്നാലും ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കി ഇതിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുക. പിന്നെ നിങ്ങളിത് കളിക്കാൻ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ക്യാഷ് ആരെയും പോകണം എന്ന് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളതിൽ നിങ്ങൾ ഒരുപാട് ക്യാഷ് ഒന്നും ഇടാതിരിക്കുക. കുറച്ച് പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് എമൗണ്ട് ആഡ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വിഡ്രോ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ കളിക്കാതിരിക്കുക. ഓക്കെ, സോ അത്ര എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏജൻറ്റ് ആവാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏജൻറ്റായിട്ട് നിങ്ങൾ ഫ്രണ്ട്സിന് ഇൻവൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഇൻവൈറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ക്യാഷും കാര്യങ്ങളും ഏൺ ചെയ്യാൻ. അതിനായിട്ട് അവിടെയായിട്ട് ഏജൻറ്റ് സിസ്റ്റം എന്നോട്ട് കാണാൻ പറ്റും. ഏജൻറ്റ് സിസ്റ്റത്തിൽ വരാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏജൻറ്റ് ആവാം. ഓക്കെ, അപ്പോൾ സബോർഡിനേറ്റ് ഏജൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓരോ കാര്യങ്ങളുണ്ട് ഏജൻറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം, നിങ്ങൾക്ക് ഏജൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഏണിങ്സ് കാലം കിട്ടുന്നത്. അപ്പോൾ ഷെയറിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇൻവിറ്റേഷൻ കോഡും അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ലിങ്ക് കാര്യങ്ങളും ഇവിടെ കിട്ടും. അപ്പോൾ ഈ ഒരു ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല രീതിക്ക് കമ്മീഷൻ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഈ ഒരു വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാം. വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മിനിമം വിഡ്രോയിൽ വരുന്നത് 230 രൂപയാണ്. 230 റുപ്പീസാണ് മിനിമം വിഡ്രോയിൽ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആയിട്ട് ബാങ്കിൻ്റെ ആ ഒരു ഓപ്ഷൻ വന്നതിന് ശേഷം ആഡ് ബാങ്ക് കാർഡ് കൊടുക്കുക. അതിനുശേഷം ബാങ്ക് നെയിം കാര്യങ്ങൾ, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺഫേം ചെയ്യുക. അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ മിനിമം വിഡ്രോയിൽ ഞാൻ പറഞ്ഞു 230 മിനിമം റീചാർജ് 200 രൂപയാണ്. ഓക്കെ, സോ ഇവിടെ ആയിട്ട് നിങ്ങൾ എമൗണ്ട് എൻ്റർ ചെയ്യുക. വിഡ്രോയിൽ പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു വിഡ്രോയിൽ പാസ്വേഡ് ഇവിടെ കൊടുക്കുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ കാണാം. ഇപ്പോൾ എനിക്ക് വിഡ്രോയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ പ്രൂഫ് കാര്യങ്ങളൊക്കെ കാണിച്ചെന്നാണ്. അപ്പോൾ അടിപൊളി വെബ്സൈറ്റ് ആണ്. അപ്പം താല്പര്യമുള്ളവർ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.